കൊച്ചി മേയർ പദവിയുടെ കാര്യത്തിൽ നിർണായകമായത് കെ.സി. വേണുഗോപാലിന്റെ നിലപാട്. ജില്ലയിലെ കെ.സി. ഗ്രൂപ്പ് നേതാക്കളുടെ സമ്മർദ്ദം കെ.സി. വേണുഗോപാൽ പരിഗണിച്ചില്ല. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനും കെ.സി. വേണുഗോപാലും കൂടിയാലോചിച്ച ശേഷം ഡി.സി.സി തീരുമാനിക്കട്ടെ എന്ന നിലപാട് സ്വീകരിക്കുകയായിരുന്നു. എം.കെ. ഷുക്കൂർ വിവരങ്ങൾ നൽകും. ഷുക്കൂർ, അവിടെ മേയറുടെ കാര്യത്തിൽ ഒരു നിർണായക തീരുമാനമായത് അത് കെ.സി. വേണുഗോപാലിന്റേതെന്നാണ് പറയുന്നത്. അപ്പോൾ കെ.സിയുടെ തീരുമാനം എല്ലാവരും അംഗീകരിക്കുകയാണോ ഉണ്ടായത്? ദിവ്യ സൈഫു, കെ.സി. വേണുഗോപാൽ പക്ഷക്കാരിയാണ് ദീപ്തി മേരി വർഗീസ്. ദീപ്തി മേരി വർഗീസിന് വേണ്ടി കെ.സി. വേണുഗോപാൽ ശക്തമായി ഇടപെട്ടിരുന്നുവെങ്കിൽ സ്വാഭാവികമായും അവർക്ക് ആ പദവി ലഭിക്കാനുള്ള സാധ്യത വളരെ കൂടുതലായിരുന്നു. അത് തന്നെയായിരുന്നു ദീപ്തി മേരി വർഗീസിന്റെ ആത്മവിശ്വാസത്തിന് അടിസ്ഥാനമായിരുന്നതും. എന്നാൽ പ്രതിപക്ഷ നേതാവും ഡി.സി.സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസും വി.കെ. മിനിമോൾ അല്ലെങ്കിൽ ഷൈനി മാത്യു എന്ന പേരിൽ ഉറച്ചു നിന്നതോടുകൂടി അതിൽ ഇടപെടേണ്ടതില്ല എന്നൊരു നിലപാട് കെ.സി. വേണുഗോപാൽ എടുക്കുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. പ്രത്യേകിച്ച് ഇപ്പോൾ പ്രശ്നം വലിയ ഗൗരവമുള്ളൊരു പ്രശ്നമാണ് ഇവിടെ നടന്നിരിക്കുന്നത്. ഏകപക്ഷീയമായ ഗ്രൂപ്പ് പ്രവർത്തനമാണ് നടന്നത്. അതുപോലെ തന്നെ തീവ്രമായ ഗ്രൂപ്പ് പ്രവർത്തനം നടന്നു. ദീപ്തി മേരി വർഗീസിന്റെ സ്വാഭാവിക നീതി പോലും ലഭിച്ചില്ല തുടങ്ങിയ വിമർശനങ്ങൾ ഉന്നയിക്കുന്ന അജയ് തറയിൽ, അതുപോലെ തന്നെ മാത്യു കുഴൽനാടൻ തുടങ്ങിയ നേതാക്കൾ, അതായത് കെ.സി. പക്ഷത്തുള്ള ഈ നേതാക്കളെല്ലാം തന്നെ ജില്ലയിൽ കാണിച്ച ഈ ആവേശം അത് കെ.സി. വേണുഗോപാലിന്റെ ഒരു ഇടപെടലിന് സഹായിച്ചില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെയാണ് വലിയ ബഹളങ്ങളൊന്നും ഉണ്ടാക്കാതെ അവർക്ക് പിന്മാറേണ്ടി വന്നത്. അത് വി.ഡി. സതീശനും കെ.സി. വേണുഗോപാലും തമ്മിലുള്ള ഒരു ധാരണയുടെ കൂടി അടിസ്ഥാനത്തിലാണ് വി.കെ. മിനിമോൾ കൊച്ചിയിൽ മേയറായി വന്നത് എന്നുള്ളതാണ് പ്രധാനം. പ്രത്യേകിച്ച് ലത്തീൻ സഭയിൽ നിന്നുള്ള ഒരാൾ മേയറാകട്ടെ എന്നൊരു നിലപാടെടുത്തിരുന്നു. കോൺഗ്രസിനോട് ഔദ്യോഗികമായി രേഖാമൂലമോ മറ്റോ ലത്തീൻ സഭ ഇത്തരമൊരു ആവശ്യം ഉന്നയിച്ചിരുന്നില്ല. മറിച്ച് ലത്തീൻ സഭയുടേതായി പ്രതികരണങ്ങൾ മാധ്യമങ്ങളിൽ വരികയാണ് ചെയ്തത്. എങ്കിൽ പോലും അത്തരമൊരു നിലപാട് ലത്തീൻ സഭ സ്വീകരിക്കുമ്പോൾ അതിനെതിരെ നിലപാടെടുക്കേണ്ടതില്ല എന്ന് കെ.സി. വേണുഗോപാൽ തീരുമാനിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ. അതുകൊണ്ട് കൂടിയാണ് കെ.സി. വേണുഗോപാലിന്റെ അടുത്ത അനുയായിയായിട്ട് പോലും ദീപ്തി മേരി വർഗീസിന് പാർട്ടിയിൽ സീനിയോറിറ്റി ഉണ്ടായിട്ട് പോലും മാറി നിൽക്കേണ്ടി വന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. പാർലമെന്ററി പാർട്ടിയിലെ ഭൂരിപക്ഷം കൂടി വി.കെ. മിനിമോൾക്ക് സഹായകരമായി. അതായത് കെ.പി.സി.സിയുടെ ഒരു പ്രതിനിധി വന്നിട്ട് വേണമായിരുന്നു പാർലമെന്ററി പാർട്ടിയിലെ ഭൂരിപക്ഷം പരിശോധിക്കാൻ എന്ന ഒരു നിലപാടാണ് ഇപ്പോൾ ദീപ്തി ഉന്നയിക്കുന്നത്. എന്നാൽ ഈ കെ.സി. വേണുഗോപാൽ പക്ഷത്തുള്ള അജയ് തറയിൽ അടക്കമുള്ള ആളുകൾ ഇരുന്നാണ് ഈ കൗൺസിലർമാരുടെ ഹിതം പരിശോധിച്ചത്. അവരിൽ ഭൂരിപക്ഷവും ഷൈനി മാത്യുവിനെയാണ് പിന്തുണച്ചത്. രണ്ടാമത് ഒരു വോട്ടിന്റെ പിറകിലായിരുന്നു വി.കെ. മിനിമോൾ. മൂന്നാം സ്ഥാനത്ത്, അതായത് ഏതാണ്ട് 5-6 വോട്ട് കൗൺസിലർമാരുടെ പിന്തുണ മാത്രമാണ് ദീപ്തി മേരി വർഗീസിന് ലഭിച്ചത്. ഇക്കാര്യം ദീപ്തി മേരി വർഗീസിനൊപ്പം നിൽക്കുന്ന കെ.സി. പക്ഷത്തെ നേതാക്കൾക്കും ബോധ്യമുള്ള കാര്യമാണ്. എങ്കിൽ പോലും ദീപ്തി മേരി വർഗീസിന്റെ സീനിയോറിറ്റിയും കെ.സി. പക്ഷത്തിന്റെ ശക്തിയും എല്ലാം കണക്കിലെടുത്ത് അവരാകുമെന്ന് അവർ പ്രതീക്ഷിച്ചു. അതിനെയെല്ലാം പ്രതിപക്ഷ നേതാവിനെയും ഡി.സി.സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിനെയും മറികടന്ന് ലത്തീൻ സഭയുടെ താല്പര്യത്തെ മറികടന്ന് ഒരു ഇടപെടൽ നടത്തേണ്ടതില്ല എന്ന് കെ.സി. തീരുമാനിക്കുകയായിരുന്നു.